വെൽക്കം ബാക്ക് ടു ടേൽ ട്രാവൽ. കിരൺ റാവുവിൻ്റെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ലാപത ലേഡീസ് എന്ന സിനിമയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രസകരമായ രീതിയിലൂടെ നല്ലൊരു മെസ്സേജ് തരാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണിത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകതയും പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും ദൂഷ്യവശങ്ങളും വ്യക്തമാക്കുന്ന രീതിയിലാണ് സിനിമയുടെ ചിത്രീകരണം. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ദീപക് എന്ന യുവാവ് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഫൂൽകുമാരി എന്നൊരു യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ട്രെയിനിൽ ഭാര്യയുമായി നാട്ടിലേക്ക് മടങ്ങിയ ദീപക് തങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ ഭാര്യയെയും കൂട്ടിയിറങ്ങുന്നു. എന്നാൽ വീട്ടിലെത്തിയതിനു ശേഷമാണ് ട്രെയിനിൽ നിന്നിറങ്ങിയതിനിടയിൽ തൻ്റെ വധു മാറിപ്പോയ വിവരം ദീപക് ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. ഈ സംഭവത്തെ മുൻനിർത്തിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ദീപക് കുമാറിൻ്റെയും ഫൂൽകുമാരിയുടെയും വിവാഹം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ദീപകിൻ്റെ ഗ്രാമം കുറച്ച് അകലെയായിരുന്നതിനാൽ വിവാഹശേഷം പെട്ടെന്ന് തന്നെ അവൻ്റെ കുടുംബം നാട്ടിലേക്ക് മടങ്ങുന്നു. ചില വിവാഹ ചടങ്ങുകളും നേർച്ചകളും ബാക്കിയുള്ളതിനാൽ ദീപക്കും ഫൂൽകുമാരിയും 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മടങ്ങുന്നത്. സ്കൂട്ടറിലും തോണിയിലും ബസ്സിലും അവസാനമായി ട്രെയിനിലും അങ്ങനെ ഒരുപാട് വാഹനങ്ങളിൽ കയറിയിറങ്ങിയായിരുന്നു മടക്കം. എന്തെന്നാൽ ഫൂൽകുമാരി അത്രയും ഉൾനാട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ്. സിനിമയിൽ 2001 കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഗ്രാമക്കാഴ്ചകളും പരിമിതികളുമെല്ലാം ചിത്രത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ദീപക്കും ഫൂൽകുമാരിയും യാത്ര ചെയ്ത കമ്പാർട്ട്മെൻറ്റിൽ അവരെ പോലെ തന്നെ വിവാഹം കഴിഞ്ഞു മടങ്ങുന്ന വേറെയും വധൂവരന്മാരുണ്ടായിരുന്നു. ട്രെയിനിൽ തിരക്കായിരുന്നതിനാൽ ഫൂൽകുമാരിക്ക് എങ്ങനെയോ ഒരു സീറ്റ് ഒപ്പിച്ചുകൊണ്ട് ദീപക് അവിടെ നിൽക്കുകയും ചെയ്തു. അവരുടെ അടുത്ത് തന്നെ വിവാഹിതരായി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രദീപ് എന്നയാളും അയാളുടെ വധുവും ഇരുന്നിരുന്നു. അയാളുടെ വധുവും ഫൂൽകുമാരിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുന്ന ചുവന്ന വിവാഹ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. മാത്രവുമല്ല അവർ രണ്ടുപേരും വധുവിൻ്റെ മുഖം കാണാത്ത വിധം പരമ്പരാഗതമായി അണിയുന്ന ശിരോവസ്ത്രവും ധരിച്ചിരുന്നു. പ്രദീപിൻ്റെ ഫാമിലിയും അവരോടൊപ്പം ട്രെയിനിലുണ്ടായിരുന്നു. അവർ കിട്ടിയ സ്ത്രീധനത്തെക്കുറിച്ചും മറ്റുമാണ് സംസാരിക്കുന്നത്. സ്ത്രീയേക്കാൾ പ്രാധാന്യം സ്ത്രീധനത്തിനെന്ന മട്ടിലുള്ളതായിരുന്നു അവരുടെ സംസാരം. ദീപകിനോടും അവർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിച്ചൊന്നും പറയുന്നില്ല. യാത്രാമധ്യേ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ ദീപക് ടോയ്ലറ്റിൽ പോകുന്നു. അന്നേരം അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ചുപേർ ഇറങ്ങുന്നുണ്ട്. ഈ സമയം ഫൂൽകുമാരി സീറ്റ് മാറി വിൻഡോ സൈഡ് സീറ്റിലേക്ക് മാറ്റപ്പെടുന്നു. ഒപ്പം പ്രദീപും ഭാര്യയും അവളുടെ അടുത്തിരിക്കുന്നു. അതോടൊപ്പം ആ സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറുക കൂടെ ചെയ്തപ്പോൾ വീണ്ടും ആ കമ്പാർട്ട്മെൻറ്റ് നിറയുന്നു. ഇപ്പോൾ ഫൂൽ ഇരുന്നിരുന്ന ഭാഗത്തായി ഇരിക്കുന്നത് പ്രദീപിൻ്റെ വധുവാണ്. പിന്നീട് ചെറുതായൊന്ന് മയങ്ങിയ ദീപക് തൻ്റെ സ്റ്റേഷനിലെത്തുമ്പോഴാണ് അറിയുന്നത്. അവൻ തൻ്റെ ഭാര്യയെന്ന് വിചാരിച്ച് പ്രദീപിൻ്റെ ഭാര്യയെ തട്ടി വിളിച്ച് അവളുമായി ആ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അന്നേരം ട്രെയിനിൽ ഇരുന്ന ഫൂലും പ്രദീപും എല്ലാം ഉറക്കത്തിലായിരുന്നു. പ്രദീപിൻ്റെ ഭാര്യ എല്ലാം അറിയുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ ദീപകിൻ്റെ ഭാര്യയായി അവനോടൊപ്പം പോവുകയാണ്. സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് അവർ ദീപകിൻ്റെ ഗ്രാമത്തിലെത്തുകയാണ്. അവിടെ നിന്ന് ദീപകിൻ്റെ കൂട്ടുകാർ ആർപ്പുവിളികളോടെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലെത്തിയ ശേഷമുള്ള ചടങ്ങുകൾക്കിടെ ദീപകിൻ്റെ അമ്മ ഇനി ശിരോവസ്ത്രം ഉയർത്താൻ വധുവിനോട് ആവശ്യപ്പെടുന്നു. ശിരോവസ്ത്രം മാറ്റിയപ്പോൾ അവളുടെ മുഖം കണ്ട ഓരോരുത്തരും ഞെട്ടിപ്പോകുന്നു. അത് ഫൂൽകുമാരി ആയിരുന്നില്ലല്ലോ. ദീപക് ആകെ ഷോക്കാവുന്നു. ഓരോരുത്തരും അവളോട് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ തൻ്റെ പേര് പുഷ്പറാണി എന്നാണെന്നും ശിരോവസ്ത്രം അണിഞ്ഞിരുന്നതിനാൽ ദീപകിൻ്റെ മുഖം ശ്രദ്ധിച്ചില്ലെന്നും അത് തൻ്റെ ഭർത്താവായിരിക്കുമെന്ന് കരുതിയെന്നും അതുകൊണ്ടാണ് കൂടെ ഇറങ്ങി വന്നതെന്നും അവൾ പറയുന്നു. ആർക്കും അതിൽ പൂർണ്ണ വിശ്വാസം വരുന്നില്ല. ഈ സമയം ശരിക്ക് ശ്രദ്ധിക്കാതിരുന്നതിന് ദീപകിൻ്റെ അച്ഛൻ അവനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ദീപക് ആകെ വിഷമത്തോടെ ഫൂലിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൾ ഉൾനാട്ടിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. മാത്രവുമല്ല അവൾക്ക് ഇവിടുത്തെ അഡ്രസ്സും അറിയില്ല. സത്യം അറിയുമ്പോൾ അവളാകെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാവും. ഞാൻ എങ്ങനെയാണ് അവളെ കണ്ടെത്തുക? പെട്ടെന്ന് തന്നെ ദീപക്കും കൂട്ടുകാരും ഫൂലിനെ അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതിനിടെ ദീപകിൻ്റെ വീട്ടുകാർ പുഷ്പയോട് ഭർത്താവിൻ്റെ പേര് ചോദിക്കുന്നു. അവൾ പങ്കജ് എന്നൊരു കള്ളപ്പേര് പറയുകയാണ്. നാട്ടിൻപുറത്തെ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ പേര് പറയാറില്ലത്രേ. ഒരു പ്രശ്നവുമില്ലാതെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ പുഷ്പയെ അവർ ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ദീപകും കൂട്ടുകാരും സ്റ്റേഷനിൽ മുഴുവൻ നോക്കിയെങ്കിലും അവിടെയൊന്നും ഫൂലുണ്ടായിരുന്നില്ല. ട്രെയിൻ കുറേ മുന്നേ തന്നെ പോയിരുന്നു. പിന്നീട് ട്രെയിനാണ് കാണിക്കുന്നത്. ഫൂൽകുമാരിയെ ആരോ തട്ടി വിളിക്കുന്നു. അത് പ്രദീപിന് ഇറങ്ങാനുള്ള സ്റ്റേഷനായിരുന്നു. ഫൂൽ തൻ്റെ ഭാര്യയായിരിക്കുമെന്നാണ് അപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ഫൂൽകുമാരി ദീപകിനെ കാണാതെ ആകെ പേടിച്ചു പോകുന്നു. പ്രദീപും കുടുംബവും സ്റ്റേഷനിൽ ഒരിടത്തിരിക്കുമ്പോൾ പ്രദീപിൻ്റെ ഭാര്യയെ കാണാനില്ല. ജയ എന്നാണ് അവർ അവളുടെ പേര് പറയുന്നത്. എന്നാൽ അയാളുടെ കുടുംബത്തിന് അതിൽ വലിയ പരിഭ്രാന്തിയൊന്നുമില്ലായിരുന്നു. കിട്ടാനുള്ള സ്ത്രീധനം എല്ലാം കിട്ടിയല്ലോ, ഇനി അവൾ പോകുന്നെങ്കിൽ പോട്ടെ, വേണമെങ്കിൽ നാളെ അടുത്ത സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം എന്നൊരു മട്ടായിരുന്നു അവർക്ക്.
പ്രദീപിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അയാൾ ഒരു മദ്യപാനിയും സ്ത്രീലമ്പടനുമാണ്. മാത്രവുമല്ല ഇത് അയാളുടെ രണ്ടാം വിവാഹമായിരുന്നു. ആദ്യ ഭാര്യ മരണപ്പെട്ടിരുന്നു. പാവം ഫൂൽകുമാരി ഈ സമയം എന്തു ചെയ്യണമെന്നറിയാതെ സ്റ്റേഷനിൽ അലയുകയായിരുന്നു. പുറം ലോക കാഴ്ചകൾ ഒന്നും കണ്ടിട്ടില്ലാത്ത ആ പാവം പെൺകുട്ടി അവിടെ പലതും കണ്ട് പേടിക്കുകയും പരിഭ്രാന്തയാവുകയും ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാതെ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബാത്റൂമിലാണ് അവൾ കഴിഞ്ഞത്. പുഷ്പ എന്ന പേരിൽ ദീപകിൻ്റെ വീട്ടിലുള്ള ജയയെയാണ് പിന്നീട് കാണിക്കുന്നത്. അവൾക്ക് എന്തൊക്കെയോ മറ്റു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. രാത്രിയിൽ പുറത്തിറങ്ങി അവളുടെ ഫോണിലെ സിം കത്തിച്ചു കളയുന്നത് കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ഫൂൽകുമാരി ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ അവൾ ഉള്ളത് പട്ടേല റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിൽക്കുമ്പോൾ കാലില്ലാത്ത ഒരു ഭിക്ഷക്കാരൻ അവളുടെ അടുത്തേക്ക് വരികയും അവൾ പേടിച്ചോടുകയും ചെയ്യുന്നു. ഓടി അവൾ ചോട്ടു എന്നു പേരുള്ള ഒരാളുടെ അടുത്തെത്തുന്നു. ആ ഭിക്ഷക്കാരൻ്റെ പേര് അബ്ദുൾ എന്നായിരുന്നു. അയാളും ചോട്ടുവും സുഹൃത്തുക്കളായിരുന്നു. ശേഷം അവർ ഫൂൽകുമാരിയോട് സംസാരിക്കുന്നു. ഇവിടെ അവൾ എത്തിപ്പെട്ടതും ഇപ്പോൾ അവൾ ഇവിടെ കുടുങ്ങിപ്പോയതുമെല്ലാം അവൾ അവരോട് പറയുകയാണ്. അവളെ സഹായിക്കാൻ തീരുമാനിച്ച ചോട്ടു അവളുമായി സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തെത്തുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേര് ചോദിക്കുമ്പോഴോ ഗ്രാമത്തിൻ്റെ പേര് ചോദിക്കുമ്പോഴോ ഒന്നും അവൾക്ക് പറയാനാവുന്നില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഉൾഗ്രാമ പ്രദേശത്തിലുള്ളവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പോലീസ് സ്റ്റേഷനിൽ കയറുന്നതും കംപ്ലൈൻറ്റ് കൊടുക്കുന്നതുമെല്ലാം അഭിമാനക്ഷതമായിരുന്നു. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. അതിനാൽ ഫൂൽ അതിന് തയ്യാറാവുന്നില്ല. ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ പേരും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഫൂൽ അതും സ്റ്റേഷൻ മാസ്റ്ററോട് പറയുന്നില്ല. പകരം കയ്യിൽ മൈലാഞ്ചി കൊണ്ട് ദീപകിൻ്റെ പേരെഴുതിയത് കാണിക്കുന്നു. മറ്റു വഴിയൊന്നുമില്ല എന്ന് കണ്ട ചോട്ടു ഇനി ഒരാൾക്കെ സഹായിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഫൂലിനെയും കൂട്ടി ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. അവർ സ്റ്റേഷനിൽ ചായക്കട നടത്തുന്ന ചേച്ചിയാണ്. അവരോടും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ആ സ്ത്രീ, നിന്റെ ആഭരണങ്ങളെല്ലാം അയാൾ ഊരി വാങ്ങിച്ചില്ലേ, നിന്നെ ചതിച്ച് കളഞ്ഞതാകുമെന്ന് പറയുന്നു. അപ്പോൾ ഫൂൽ, എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരാളല്ല. ട്രെയിനിലെ തിരക്ക് കാരണമാണ് അദ്ദേഹം എൻ്റെ ആഭരണങ്ങൾ വാങ്ങിയത്. അദ്ദേഹം ഒരിക്കലും എന്നെ ചതിക്കുകയില്ല എന്ന് പറയുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയിരിക്കുകയാണ് ദീപക്കും കൂട്ടുകാരും. എന്നാൽ കൈക്കൂലിക്കാരനായ പോലീസുകാരൻ 15,000 രൂപ ആവശ്യപ്പെടുമ്പോൾ ദീപക് കയ്യിലുള്ള 5,000 രൂപ കൊടുക്കുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നു. അതിനുശേഷം ഫൂലിൻ്റെ ഫോട്ടോ കാണിക്കുമെങ്കിലും ശിരോവസ്ത്രം ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമാവുന്നില്ല. പോലീസുകാരൻ അടുത്ത ദിവസം പുഷ്പയുമായി സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടുന്നു. പുഷ്പയുടെ പക്കലുള്ള സ്വർണം അടിച്ചെടുക്കാമെന്നൊരു ഉദ്ദേശം കൂടി അയാൾക്കുണ്ടായിരുന്നു. പരാതി നൽകി വീട്ടിലെത്തിയ ദീപക് രാവിലെ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞു പോയ പുഷ്പ വീട്ടിലെത്തിയിട്ടില്ലെന്ന വാർത്തയാണ് കേൾക്കുന്നത്. ദീപക് ആകെ അസ്വസ്ഥനായി നിൽക്കുന്നതിനിടെ പുഷ്പ അവിടെ എത്തുന്നുണ്ട്. അവളോട് നാളെ സ്റ്റേഷൻ വരെ പോകണമെന്ന് ദീപക് പറയുമ്പോൾ അവൾ എന്തൊക്കെയോ പേടിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പുഷ്പയുടെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ ആണെന്ന് മനസ്സിലാക്കാം. ജയ എന്ന തൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതി കൊടുക്കുന്ന പ്രദീപിനെ പിന്നെ കാണിക്കുന്നു. അയാൾ ഒരു റൗഡി കണക്കെയാണ് പെരുമാറുന്നത്. സ്റ്റേഷനിൽ വെച്ചുള്ള സംസാരത്തിൽ പ്രദീപിൻ്റെ ആദ്യ ഭാര്യയെ അയാൾ തന്നെ കൊന്നതാകാമെന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉയരുന്നുണ്ട്. പിന്നീട് പ്രദീപ് കൊടുത്ത പരാതിയിലുള്ള അന്വേഷണം ആരംഭിക്കുകയും അതിൻ്റെ ഫയലുകൾ ദീപകിൻ്റെ നാട്ടിലുള്ള സ്റ്റേഷനിലും എത്തുകയും ചെയ്യുന്നു. ഈ സമയം ഇൻസ്പെക്ടർ ശ്യാം ദീപക് പറഞ്ഞ പുഷ്പയായിരിക്കുമോ ജയ എന്ന് സംശയിക്കുന്നു. അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് പുഷ്പ എന്ന ജയ പോയത് പുതിയ സിം എടുക്കാനായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം പുറത്തിറങ്ങി അവൾ ഫോണിൽ സിം ഇടുന്നത് കാണുന്നതിലൂടെ ഇത് മനസ്സിലാക്കാം. ശേഷം ദീപകിൻ്റെ സഹോദരിയുമായി ജയ സൗഹൃദത്തിലാവുന്നത് കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് സ്റ്റേഷനിൽ പോകുമ്പോൾ കയ്യിൽ ജയ എന്ന തൻ്റെ പേര് പച്ചകുത്തിയത് പോലീസുകാർ കാണുമോ എന്നവൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്റ്റേഷനിലെത്തിയപ്പോൾ ഇൻസ്പെക്ടർക്ക് ജയയെ സംശയം കൂടെ ഉണ്ടായിരുന്നതിനാൽ അവളെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തെങ്കിലും വിദഗ്ധമായ മറുപടികൾ അവളുടെ പക്കലുണ്ടായിരുന്നു. പിന്നീടാണ് അടയാളമായി പരാതിയിലുണ്ടായിരുന്ന പച്ചകുത്തൽ ഇൻസ്പെക്ടർ പരിശോധിക്കുന്നത്. എന്നാൽ അവൾ ജയ എന്ന പേര് ശ്രേയ എന്നാക്കി മാറ്റിയിരുന്നു. പുഷ്പ എന്നാണ് നിന്റെ പേരെങ്കിൽ ശ്രേയ എന്നെഴുതിയതിൻ്റെ കാരണം ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ അവളുടെ മുത്തശ്ശൻ വിളിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണത് എന്നവൾ പറയുന്നു. പിന്നീട് ഇൻസ്പെക്ടർ മറ്റൊരു പോലീസുകാരനോട് ജയയുടെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ അവിടെയും തന്ത്രം പ്രയോഗിച്ച് അവൾ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് അവളോട് കൈവിരൽ പതിപ്പിച്ച് പൊയ്ക്കോളാൻ ഇൻസ്പെക്ടർ പറയുന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് ഇൻസ്പെക്ടർ ജയ എന്ന് വിളിക്കുമ്പോൾ അറിയാതെ അവൾ തിരിയുന്നു. എന്നാൽ ടേബിളിൽ ഊരിവെച്ച് അവളുടെ വള എടുക്കാനാണ് തിരിഞ്ഞതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഇതിനോടകം മറുവശത്ത് ഫൂൽകുമാരിയും ചോട്ടു പരിചയപ്പെടുത്തിയ ആ ചേച്ചിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. അവർ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ അയാളെ താൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും അതിനുശേഷം ഒറ്റയ്ക്കാണ് താമസിക്കുന്നതുമെല്ലാം ഫൂലിനോട് പറയുന്നു. അവർ ഒരു ബോൾഡായ സ്ത്രീയായിരുന്നു. ഫൂൽകുമാരിക്ക് ജീവിതത്തിൽ അത്യാവശ്യമായ ഒത്തിരി നിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്. പിന്നീട് അവരുടെ കടയിലേക്ക് ആവശ്യമായ ചില പലഹാരങ്ങളെല്ലാം നിർമ്മിക്കുവാൻ ആരംഭിച്ചുകൊണ്ട് ഫൂൽകുമാരി ആ കടയിൽ അവരോടൊപ്പം ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. ഇതിനിടെ പുഷ്പ തന്നെയാണ് ജയ എന്ന് ഇൻസ്പെക്ടർ ശ്യാമിന് ഉറപ്പുണ്ടായിരുന്നു.
എന്നാൽ അതിനുള്ള എവിഡൻസ് ഒന്നും അയാളുടെ കൈവശമില്ലായിരുന്നു. ഇതിനായി ഇൻസ്പെക്ടർ ജയയെ അവൾ അറിയാതെ പിന്തുടരുന്നുണ്ട്. ജയ ഇടയ്ക്കിടെ പുറത്തെല്ലാം പോകുന്നതും ആരെയൊക്കെയോ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നതും തൻ്റെ സ്വർണം വിറ്റ് വസ്ത്രങ്ങളും മറ്റും വാങ്ങുന്നതും ക്യാഷ് കൈമാറുന്നതുമെല്ലാം ഇൻസ്പെക്ടർ നിരീക്ഷിക്കുന്നുണ്ട്. ജയയുടെ ഫോട്ടോ എടുക്കാൻ കുറേ തവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും അവളുടെ മുഖം കൃത്യമായി കിട്ടുന്നില്ല. പിന്നീട് ദീപകിൻ്റെ സുഹൃത്തായ മനോഹർ ദീപകിൻ്റെ അച്ഛൻ്റെ നെൽവയലിൽ വെച്ച് ജയയോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. ആ സംസാരത്തിൽ നിന്നും തന്നെ ജയ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. മനോഹറിന് ജയയോട് ഒരിഷ്ടം തോന്നിയിരുന്നു. അവരുടെ സംസാരം കണ്ടുവന്ന ദീപകിൻ്റെ അച്ഛൻ മനോഹറിനോട് നെൽവയലിൽ കീടാണുശല്യം വർദ്ധിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഓർഗാനിക് ഫാമിങ്ങിൽ അറിവുണ്ടായിരുന്ന പുഷ്പ ഇതിനുള്ള പ്രതിവിധി അവരോട് നിർദ്ദേശിക്കുന്നു. അവളുടെ അറിവ് കേട്ട് അവർ അമ്പരന്നു നിൽക്കുമ്പോൾ തൻ്റെ അച്ഛനും കൃഷിയുണ്ട്, അവിടെ നിന്ന് പഠിച്ചതാണെന്ന് അവൾ പറയുന്നു. പിന്നീട് കേസന്വേഷണത്തിൻ്റെ ഊർജ്ജം കൂട്ടാനായി MLAയെ സന്ദർശിക്കാൻ ദീപക് പോവുകയാണ്. എന്നാൽ അപ്പോൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന MLA തൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ദീപകിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയെന്നും മറ്റും എല്ലാവരോടും വിളിച്ചു പറയുന്നു. ഇത് തിരുത്താൻ ദീപകിനാവുന്നില്ല. പിന്നീട് ജയ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ ദീപകിൻ്റെ സഹോദരിയുടെ മകൻ എടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന പുഷ്പ മറ്റാരോടും പറയാതിരിക്കാൻ ഗെയിം കളിക്കാൻ തരാമെന്ന് പറഞ്ഞ് അവനെ കയ്യിലെടുക്കുന്നു. ഈ സമയം ദീപകിൻ്റെ സഹോദരി വരച്ച അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ജയ കാണുകയും അവൾ ദീപകിൻ്റെ സഹോദരിയെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ജയയുടെ പ്രോഗ്രസീവായ ചിന്തകളും സ്മാർട്ട്നെസ്സും ദീപകിൻ്റെ സഹോദരിയിൽ ആരാധനയുണ്ടാക്കിയിരുന്നു. പുഷ്പ എന്ന ജയ അവളുടെ രീതികൾ അവിടെയുള്ള മറ്റു സ്ത്രീകളിലും പകർത്താൻ ശ്രമിച്ചിരുന്നു. പിന്നീട് രാത്രിയിൽ കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കെ ഫൂൽകുമാരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപക്കും സുഹൃത്തുക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും ഒരുപാട് മദ്യപിച്ച് ദീപക് തനിയെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ആ രാത്രിയിൽ ജയ അവിടെ നിന്ന് ആരുമറിയാതെ കടന്നു കളയാൻ ഒരുങ്ങുകയായിരുന്നു. അവൾ വീട്ടിൽ നിന്നിറങ്ങിയ സമയത്താണ് മദ്യപിച്ച അവശനായ ദീപക് സൈക്കിളിൽ വന്ന് അവളുടെ മുന്നിലേക്ക് വീഴുന്നത്. അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. എന്നാൽ പകുതി ബോധത്തിലും ഫൂൽകുമാരി എന്ന് ദീപക് വിതുമ്പുന്നത് കേൾക്കുമ്പോൾ ജയയ്ക്ക് കുറ്റബോധമുണ്ടാവുകയും ഇതിനൊരു പരിഹാരം കാണും വരെ ഇവിടെ തന്നെ തുടരണമെന്നും അവൾ തീരുമാനമെടുക്കുന്നു. ദീപകിൻ്റെ ചേച്ചിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാമെന്ന് ജയ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അവൾ അവരോട് പറഞ്ഞ് ഫൂൽകുമാരിയുടെ ഒരു ചിത്രം വരപ്പിക്കുന്നു. മനോഹർ ഒരു പ്രസ് നടത്തുന്നയാളായതിനാൽ അവനോട് പറഞ്ഞ് അതിൻ്റെ ഒത്തിരി പ്രിൻ്റ് ഔട്ട്സ് എടുക്കുകയും അത് എല്ലാവരിലേക്കും എത്തിച്ച് ഫൂൽകുമാരിയെ തിരയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ജയ ഫൂലിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച സമയത്ത് തന്നെ പ്രദീപ് കംപ്ലൈൻറ്റ് കൊടുത്ത സ്റ്റേഷനിൽ നിന്നും ജയയുടെ ശിരോവസ്ത്രം ധരിക്കാതെയുള്ള ഫോട്ടോ ഇൻസ്പെക്ടർ ശ്യാമിന് ലഭിക്കുന്നു. ഇതേ സമയം തൻ്റെ സംശയം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഇൻസ്പെക്ടർ ഉടൻ തന്നെ ദീപകിൻ്റെ വീട്ടിലെത്തുകയും ജയയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ദീപക്കും വീട്ടുകാരും തരിച്ചു നിൽക്കുന്നു. തൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ ജയ ഒത്തിരി ശ്രമിക്കുമെങ്കിലും ഒന്നിനും ചെവി കൊടുക്കാതെ അവളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. പ്രദീപിൻ്റെ കൂടെ തന്നെ വിടരുതെന്ന് ജയ പലയാവർത്തി പറയുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ ഉടൻ തന്നെ അവളെ കണ്ടുകിട്ടിയ വിവരം മറ്റേ സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. ഇൻസ്പെക്ടർ ശ്യാം ജയയെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ദീപകിൻ്റെയും വീട്ടുകാരുടെയും അടുത്തേക്ക് പിറ്റേന്ന് മനോഹർ എത്തുകയും ഫൂൽകുമാരിയെ കണ്ടുപിടിക്കാനായി ജയ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയും അവൾ നല്ലവളാണെന്നും മനോഹർ എല്ലാവരോടും പറയുന്നു. ഇതേ സമയം പട്ടേല സ്റ്റേഷൻ കാണിക്കുന്നു. ജയ വിതരണം ചെയ്ത പോസ്റ്റർ അവിടെയും എത്തിയിരുന്നു. ആ പോസ്റ്ററുമായി ഒരാൾ ഫൂൽകുമാരി ജോലി ചെയ്തിരുന്നിടത്തേക്ക് വരുന്നു. അത് കാണുന്ന ഫൂൽകുമാരിക്ക് ആഹ്ലാദം അടക്കാനാവുന്നില്ല. ആ പോസ്റ്റർ വഴി ഫൂലിൻ്റെ ഭർത്താവിൻ്റെ ഗ്രാമത്തിൻ്റെ പേരെല്ലാം അവർക്ക് മനസ്സിലാവുന്നു. അവർ ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് പോയി പോസ്റ്ററിൽ നൽകിയിരുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ശേഷം സ്റ്റേഷൻ മാസ്റ്ററും ആ ചേച്ചിയും എല്ലാം ചേർന്ന് ഫൂൽകുമാരിയെ ദീപകിൻ്റെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറ്റി വിടുന്നു. ആഹ്ലാദത്തോടെയും നന്ദിയോടെയും അവരോടെല്ലാം അവൾ യാത്ര പറയുന്നു. സത്യങ്ങൾ അറിഞ്ഞ് ജയ തയ്യാറാക്കിയ പോസ്റ്ററുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന ദീപകിനെയും കൂട്ടുകാരെയുമാണ് പിന്നീട് കാണിക്കുന്നത്. പോലീസുകാർ ജയയെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ജയ ഓരോന്നായി പറയുകയാണ്. പഠനത്തിൽ മിടുക്കിയായിരുന്നു ജയ. +2 ഉയർന്ന മാർക്ക് വാങ്ങി ഡെറാഡൂണിൽ തൻ്റെ ഉപരിപഠനത്തിനുള്ള മാർഗങ്ങൾ തയ്യാറാക്കുകയായിരുന്നു അവൾ. ഓർഗാനിക് ഫാമിംഗ് പഠിക്കാനും നല്ലൊരു ജോലി നേടാനും തുടങ്ങി ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു അവൾക്ക്. ഇതിനിടയിലാണ് പ്രദീപുമായുള്ള കല്യാണം വരുന്നതും അമ്മ അതിന് സമ്മതം പറഞ്ഞതും. അവർ പറഞ്ഞ സ്ത്രീധനം സ്ഥലവും മറ്റും വിറ്റുപോലും കൊടുക്കാൻ അമ്മ തയ്യാറായിരുന്നു. അവളെ കൊണ്ടാവും വിധം എതിർത്തെങ്കിലും അമ്മ വഴങ്ങിയില്ല. പ്രദീപ് നിന്നെ പഠിപ്പിക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ വിവാഹത്തിൻ്റെ അന്ന് പോലും സ്ത്രീധനം മുഴുവനില്ലെന്ന് പറഞ്ഞ് പ്രദീപ് അവരെ അപമാനിച്ചിരുന്നു. വിവാഹശേഷമാണ് അയാളുടെ 2ാം വിവാഹമാണെന്നും അയാളെക്കുറിച്ച് മറ്റു പലതും അറിയുന്നത്. അങ്ങനെ വിവാഹശേഷം ട്രെയിനിൽ പ്രദീപിനൊപ്പം മടങ്ങുമ്പോഴാണ് വധുമാറി ദീപക് തന്നെ തട്ടി വിളിക്കുന്നത്. അതെനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായാണ് ഞാൻ കരുതിയത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ദീപകിനൊപ്പം ഇറങ്ങി.
ദീപകിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് കുറച്ചു സ്വർണം വിൽക്കുകയും അവളുടെ പഠനത്തിനാവശ്യമായ ഫീസും മറ്റും അടയ്ക്കുകയുമാണ് അവൾ ചെയ്തത്. ഡെറാഡൂണിലേക്കുള്ള ടിക്കറ്റ് പോലും റെഡിയാക്കി അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങവെയാണ് ദീപകിനെയും ഫൂൽകുമാരിയെയും കുറിച്ച് അവൾ ചിന്തിച്ചത്. അവൾ കാരണമുണ്ടായ അവരുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാതെ അവൾക്ക് മടങ്ങാനാവില്ലെന്ന് അവൾ തീരുമാനിച്ചു. ഇതെല്ലാം അറിയുമ്പോൾ എല്ലാവർക്കും അവളോട് തോന്നുന്നത് സ്നേഹവും സഹതാപവുമായിരുന്നു. പെട്ടെന്ന് ജയ ഫൂൽകുമാരിയെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററിൽ കൊടുത്തിരുന്നത് അവളുടെ മൊബൈൽ നമ്പർ ആയിരുന്നുവെന്നും അതിലേക്ക് കോൾ വന്നിരുന്നോ എന്നും ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ നോക്കിയപ്പോൾ അതിൽ കുറേ കോൾസ് വന്നിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് തിരിച്ചു വിളിക്കുകയും സ്റ്റേഷൻ മാസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്യുകയും ഫൂൽകുമാരിയെ അങ്ങോട്ട് ട്രെയിൻ കയറ്റിയ വിവരം പറയുകയും ചെയ്യുന്നു. ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ദീപക്കും കുറച്ച് കൂട്ടുകാരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ജയയുടെ കൂടെ മനോഹറിനെ സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ദീപക് സ്റ്റേഷനിലെത്തുകയും അവിടെ വെച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഫൂൽകുമാരിയെ കാണുകയും അവർ ഒത്തിരി സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. അത്രയും സന്തോഷത്തോടെ ഫൂൽകുമാരിയെയും കൂട്ടി ദീപക് വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ പ്രദീപ് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസിന് പ്രദീപ് പണം കൊടുക്കുകയും പിന്നീട് ജയയെ അങ്ങോട്ട് പോലീസുകാർ കൊണ്ടുവരികയും ചെയ്യുന്നു. ആ പോലീസുകാരുടെ മുന്നിലിട്ട് തന്നെ അവൻ ജയയെ അടിക്കുകയും ടേബിളിലിരുന്ന അവളുടെ സ്വർണം തൻ്റേതെന്ന് പറഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അത് എൻ്റെ സ്വർണമാണെന്ന് ജയ പറയുമ്പോൾ അല്ല, അതെൻ്റെ സ്ത്രീധനമാണെന്ന് പറഞ്ഞുകൊണ്ട് ജയയെ വലിച്ചുകൊണ്ട് പ്രദീപ് സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർ ശ്യാം പ്രദീപിനെ വിളിക്കുന്നു. ശേഷം അവനോട് പറയുന്നു, ജയയെ കണ്ടെത്തി ഫൂലിനെയും തിരിച്ചേൽപ്പിച്ചതോടെ ഈ കേസ് ക്ലോസ് ആയിരിക്കുന്നു. എന്നാൽ ജയയുടെ സമ്മതമില്ലാതെ അവളെ നിനക്കിവിടെ നിന്ന് കൊണ്ടുപോകാനാവില്ല. അവൾ പ്രായപൂർത്തിയായവളാണ്. അവൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. മാത്രവുമല്ല, സ്ത്രീധനം വാങ്ങിയതും എൻ്റെ മുന്നിലിട്ട് പോലും നീ അവളെ തല്ലിയതും കുറ്റമാണ്. നിന്റെ കൂടെ വിശ്വസിച്ച് ഇവളെ വിടാനാവില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്ക് പ്രദീപിന് ദേഷ്യം വരുന്നു. താൻ പണം നൽകിയിട്ടും ഇൻസ്പെക്ടർ ഇങ്ങനെ പെരുമാറിയതിൽ അവന് ദേഷ്യം അടക്കാനാവുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ടർ തുടരുന്നു, നീ ഇവിടെ കിടന്ന് വല്ലാതെ ഷോ എടുത്താൽ ഭാര്യയെ കൊന്ന നിന്റെ ആ പഴയ കേസില്ലേ, അത് ഞാൻ അന്നുകൂടെ അങ്ങ് അന്വേഷിക്കും. അതും ഇതുമെല്ലാം ചേർത്ത് എന്നേക്കുമായി നിന്നെ ഇതിനകത്തിട്ട് പൂട്ടും. എന്താ വേണോ? ഇത് കേട്ടതും പ്രദീപ് ഭയക്കുന്നു. അവൻ തിരിഞ്ഞു നടന്നപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, നിന്റേതെന്ന് പറഞ്ഞെടുത്ത ആ സ്വർണം കൂടെ ഇവിടെ വെച്ചാൽ നിനക്ക് പോവാം. അത് അങ്ങോട്ടത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രദീപ് സ്റ്റേഷനിൽ നിന്നിറങ്ങിപ്പോകുന്നു. നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ച തൻ്റെ ജീവിതം മടക്കി തന്നതിന് ജയ ഇൻസ്പെക്ടറോട് കണ്ണീരോടെ നന്ദി പറയുന്നു. അവളുടെ പക്കലുള്ള ആ സ്വർണം പകരമായി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർ അത് ജയയ്ക്ക് തന്നെ മടക്കി കൊടുക്കുകയും നിന്റെ ആഗ്രഹം പോലെ നന്നായി പഠിച്ച് നല്ല ജോലി നേടണമെന്ന് ആശംസിക്കുകയുമാണ് ചെയ്തത്. നിറകണ്ണുകളോടെ അവൾ മനസ്സ് തുറന്ന് പുഞ്ചിരിക്കുന്നു. ശേഷം വിവാഹത്തിന് പ്രദീപ് ഇട്ട മാലയും വളയും ഊരിയെടുത്ത് ഇതിലെനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് അത് ഇൻസ്പെക്ടറിനെ ഏൽപ്പിച്ച ശേഷം സ്റ്റേഷനിൽ നിന്നിറങ്ങി ദീപകിൻ്റെ വീട്ടിലേക്ക് ജയ പോകുന്നു. ഫൂൽകുമാരി ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ വിവരം പട്ടേല സ്റ്റേഷനിലേക്കും അറിയിക്കപ്പെട്ടിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ജയ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഡെറാഡൂണിലേക്ക് പോവാനൊരുങ്ങുന്നത് കാണിക്കുന്നു. ദീപകിൻ്റെ കുടുംബം ഒന്നടങ്കമാണ് അവളെ യാത്രയാക്കുന്നത്. അവധിക്കാലങ്ങളിൽ തീർച്ചയായും എല്ലാവരെയും കാണാൻ ഇനിയും വരുമെന്ന വാക്കോടെ അവൾ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് വണ്ടി കയറുന്നു. ആ വാഹനം അകലുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു കഥയുമായി ഇനിയും കണ്ടുമുട്ടാം.